ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 8 തവണയെങ്ങാണ്ടോ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് നിന്ന് കൂടോത്രം കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇതൊന്നും സംഭവിക്കുന്നത് കോൺഗ്രസ് നേതാക്കളിലാണ്. മാത്രമല്ല ഇത് വെളിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടിട്ടിട്ട് പോകുന്നതാണെന്ന് ഒരു കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നുമില്ല. മറ്റേതെങ്കിലും പാർട്ടിക്കാർ നടത്തിയിട്ടുള്ളതാണ് എന്ന്. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാകരുത് എന്ന ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ആ പദവിയിൽ നിന്ന് മാറണം, അയാളെ മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒക്കെ നടത്തുന്ന ആഭിചാര ക്രിയയാണല്ലോ. എന്തിനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇതിന് പിന്നാലെ പോകുന്നത്? ആരായാലും നോക്കൂ, ഇതിലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളൊക്കെ മൗനം പാലിക്കുന്നു, എന്നെങ്കിലും മൗനം ഭഞ്ജിക്കേണ്ടി വരുന്നൊക്കെ. അതിൻ്റെ ആവശ്യമില്ല. കാരണം കോൺഗ്രസിന് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് KPCCയുടെ ഒരു പരിപാടിയല്ല. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, പ്രതികരിക്കുകയുമില്ല. അതായത് ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഈ ചർച്ചയിൽ ഇതൊരു കൗതുകകരമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇതിനെ കോൺഗ്രസുമായിട്ട് ബന്ധിപ്പിക്കാനാണ് നമ്മൾ ഇന്ന് മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ CPMനെയും BJPയും ഒക്കെ വിമർശിക്കുമ്പം കോൺഗ്രസിനെ ഈ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു നിൽക്കുന്ന ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണി വളരെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസിനെ അഴിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നുള്ള ശരിയാണ്. പക്ഷെ ഞാനിത് മാധ്യമ ഗൂഢാലോചന ൊന്നും പറയുന്നില്ല, സാധാരണ പറയുന്നുള്ളൂ. ഇതൊരു തമാശ, ഒരു രസകരമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതൊരു ചർച്ചയാക്കുന്നതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ പറയാം. കാരണം ഇത് ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് ചിലരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അത് വ്യക്തിപരവുമാണ്. ഇപ്പൊ ശ്രീ K സുധാകരൻ അതിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ ഒക്കെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾ കാണിക്കുന്ന വിഷ്വലില് ഒരുപാട് സംഭാഷണങ്ങളുണ്ട്. ഈ സംഭാഷണങ്ങൾക്കിടയ്ക്ക് തന്നെ അവർ ചിരിക്കുന്നുണ്ട്. സുധാകരൻ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് അടുത്തിടെ ഉണ്ടായ ഈ പ്രശ്നങ്ങളിലെല്ലാം അത് ഒരു തലവേദന വന്നാൽ പോലും അതെല്ലാം ഈ കൂടോത്രത്തിന്റെ ഫലമാണെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു മഹാനാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കൂടോത്രങ്ങളിലൊക്കെ നല്ല വിശ്വാസമാണ് ഉള്ളതെന്ന്. അല്ല, ഞാൻ ശരിയാണ്. കോൺഗ്രസിൽ മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സമുദായ സംഘടനകളിലും ഒക്കെ വിശ്വാസികളുണ്ട്. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളതിനെ വിശ്വാസം എന്നും പറയും, പിന്നെ അന്ധവിശ്വാസം എന്നും പറയും. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അന്ധമായ ചിലരെ നമ്മൾ വിശ്വസിക്കുന്നതിനാണ് ഞാൻ അന്ധവിശ്വാസമായി കരുതുന്നത്. ഇപ്പോൾ ഒരു ഈശ്വരനിൽ അന്ധമായി വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വിഷയമാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ചില പ്രാകൃതമായ നടപടിക്രമങ്ങളുണ്ട്. ആ പ്രാകൃതമായ ചില ചിന്തകളിലേക്കൊക്കെ വഴിതെറ്റി പോകുന്ന ചിലരുണ്ടാകാം. അവർ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുഴിച്ചിട്ടാൽ K സുധാകരൻ എന്ന മനുഷ്യന് ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ഈ നാട്ടിൽ ഇഷ്ടം പോലുണ്ട്. ഇപ്പൊ സുധീരന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, VM സുധീരന്റെ വീട്ടിലെങ്ങാണ്ട് അതിന്റെ പറമ്പില് ഈ കോഴിത്തലയും അതുപോലെ എന്താണ് ഈ പൂച്ചത്തലയോ അങ്ങനെ ഓരോന്നൊക്കെ കുടിച്ചിട്ടിട്ടാണ് അദ്ദേഹത്തെ മറ്റേ എന്താ പറയാ ഭയപ്പെടുത്താമെന്ന് കരുതിയിട്ടുണ്ടാവുക. ഒരു 6-7 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം നിരന്തരം ഇത് കണ്ടപ്പോൾ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. പിന്നെ അവിടെ നിന്നു. അപ്പോൾ ആ കൂടോത്രം അവിടെ നിന്നു. പോലീസിന്റെ ഭയമാണ് കൂടോത്രക്കാർക്കുന്ന വ്യക്തം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുണ്ടല്ലോ. അതിപ്പോൾ കോൺഗ്രസിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് നേതാക്കളൊന്നുമല്ല, ചില ആളുകൾക്ക് ചിലരോട് വൈരാഗ്യം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കളയാം, അപ്പോൾ അവർ അസ്തമിക്കുമെന്ന് ചിന്തയുണ്ടാവും. അത് നമ്മുടെ ഈ ശാസ്ത്രയുഗത്തിൽ എവിടെയാണ് മഞ്ജുഷേ അത് ശരിയാകുന്നത്? നമ്മുടെ ശാസ്ത്രയുഗം എന്ന് പറയുന്നത് വിശ്വസിക്കാം. നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാം, ഏത് ദൈവത്തെ വിശ്വസിക്കാം, നിങ്ങൾക്ക് ആചാരങ്ങളിൽ വിശ്വസിക്കാം, അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കാം. മാത്രമല്ല പല ഹൈന്ദവ ഭവനങ്ങളിലും ഇപ്പോഴും വർഷത്തിലൊരു ദിവസം കലശം എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവിടെ പലതരത്തിലുള്ള പൂജകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ആധുനിക രീതിയോട് ശ്രീകുമാർ, ഇത് ഒരു സമുന്നത നേതാവിനെ, സംസ്ഥാനത്തെ KPCC പ്രസിഡന്റിനെ ഇല്ലാതാക്കുവാൻ, അത് നിഗ്രഹിക്കുവാനെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നെടുത്ത് മാറ്റുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കാനോ ഒക്കെ ആ പദവി മോഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ളവരോ ചെയ്തിരിക്കുന്ന ഒരു ക്രിയ അതേ ഉള്ളൂ. അത് ആരോ ചെയ്യിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ ഡാനെ? അല്ല, ഉയിര് പോകുന്നതാണ്, ഉയിര് പോകാതിരുന്നത് ഭാഗ്യമെന്ന് വളരെ വ്യക്തമായിട്ട് ആ സംഭാഷണത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമുക്കത്